ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആറാമത്തെ വിഭാഗത്തിനെ പറ്റിയിട്ട് ആദരവാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനാകുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മുആദേ, അവിടുന്ന് ആറാമത്തെ വിഭാഗം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയെന്നറിയോ? ഖബറിൽ നിന്ന് ആറാമത്തെ വിഭാഗം ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് എങ്ങനെയുള്ള രൂപമെന്നാണെന്നറിയോ? അവരുടെ വയറ് മുഴുവനും തീകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട വയറുമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആറാമത്തെ വിഭാഗമെന്ന് മഹാനാകുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ മഹാനാകുന്ന മുആദ് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ നബിയേ, അവർ ആരാണ്? മൻഹും യാ റസൂലല്ലാഹ്, നബിയേ, അവർ ആരാണ് നബിയേ? അവിടുന്ന് വയറുകൾ മുഴുവനും തീകളാൽ നിറയ്ക്കപ്പെട്ട സമൂഹമായി എഴുന്നേറ്റ് വരുന്നത് ആരാണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുമോ റസൂലല്ലാഹ്? ആ സമയത്ത് ഹബീബായ തങ്ങള് മുആദ് റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, ഹാഉലാഇല്ലദീന യഖൂലൂനൽ അംവാലൽ യതാമാ, മക്കളുടെ മുതലിനെ അപഹരിച്ച് കഴിച്ചവരാണ്. നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ വയറുകൾ തീകൾ കൊണ്ട്, അഗ്നികൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടവരായി എഴുന്നേറ്റ് വരുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത താജ്ദാരെ മദീന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആറാമതായി ഖബറിൽ എഴുന്നേറ്റ് വരുന്നവര് യതീമക്കളുടെ മുതലിനെ അപഹരിച്ച് കഴിച്ചവരാണ്. അവർ എഴുന്നേറ്റ് വരുന്നവരുടെ വയറുകൾ മുഴുവനും തീകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടവരായി എഴുന്നേറ്റ് വരുമെന്നാണ്. തീകൾ കൊണ്ട് എഴുന്നേറ്റ് വിട്ടവരായി എഴുന്നേറ്റ് വരുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ആരാണ് യതീമീങ്ങൾ? അവരുടെ ശ്രേഷ്ഠത എന്താണെന്ന് ഞാനും നിങ്ങളും പല അവസരങ്ങളിൽ മറന്നു പോവുകയാണ്. ഇന്ന് യതീം കുട്ടികൾക്ക്, യതീമീങ്ങളാകുന്ന മക്കൾക്ക് ഒരു വില പോലും കൽപ്പിക്കാത്ത കാലഘട്ടത്തിന്റെ നടുവിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഹബീബായ തങ്ങൾ പറയുകയാണ്, അന വഖാഫുൽ യതീം ഫിൽ ജന്ന, ഞാനും യതീമക്കളെ സംരക്ഷിക്കുന്നവരെ സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ ചൂണ്ടുവിരലും നടുവിരലും ഒരുമിച്ച് വെച്ചിട്ട് പറയുകയാണ്, യതീമി കുട്ടികളെ സംരക്ഷിക്കുന്നവരുണ്ടോ, അവരും ഞാനും നാളെ സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ചരിത്രം ഞാനും നിങ്ങളും കേൾക്കേണ്ടതുണ്ട്. മഹാനാകുന്ന അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആരാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു? മക്കയിലെ പ്രശസ്തനായ ആലിമാണ്, സൂഫി വര്യനാണ്. ഒരു ഹജ്ജിൻ്റെതായ ഒരു വേളയിലെ ഒരു വർഷത്തിന്റെ ഹജ്ജുകൾ തീർന്നുകൊണ്ട് ഹാജിമാര് വീട്ടിൽ പോകുന്ന സമയത്ത് മഹാനാകുന്ന അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അവിടെ മക്കയിൽ ഇരുന്നു കൊണ്ടൊന്നും അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറക്കിലതേ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നമെന്നറിയോ? അവിടുന്ന് രണ്ടു മലക്കുകൾ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ ദിവസം, ഈ സമയത്ത്, ഈ പ്രാവശ്യം ഹജ്ജിന് എത്ര ആളുകളാണ് വന്നതെന്ന്
ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് പറയുകയാണ്. ആ സമയത്ത് മലക്കുകൾ പറയുകയാണ്, 10,000 കണക്കിന് ആളുകളാണ് ഈ പ്രാവശ്യം ഹജ്ജിന് വന്നത്. അപ്പോൾ മറ്റൊരു മലക്ക് വീണ്ടും ചോദിക്കുകയാണ്, അവരുടെ എല്ലാം ഹജ്ജുകൾ സ്വീകാര്യോഗ്യമായോ? ആ സമയത്ത് ആ തിരിച്ചു മലക്കവും പറയുകയാണ്, അവരുടെ ആരുടെയും ഹജ്ജ് മഖ്ബൂലുമായില്ല. എന്നാൽ ബസറയിലുള്ളതായ ഒരു മനുഷ്യന് ഹജ്ജിന് വരാതെ തന്നെ ആ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മത്തിന്റെ കാരണത്താൽ ഈ വർഷം വന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. മഹാനാകുന്ന അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളെ ഈ സ്വപ്നം കണ്ടിട്ട് ഞെട്ടുകയാണ്, കടന്നു പോവുകയാണ് കുതിരപ്പുറത്തേക്ക്, ബസറയിലേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ടതേ ബസറയിലെ ഓരോ തെരുവോരങ്ങളിൽ പോയിട്ട് ഈ മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ആ മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ട് ബസറയുടെ തെരുവോരങ്ങൾ കടന്നു പോകുമ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾക്ക് ഓർമ്മ വരികയാണ്. മലക്കുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ കാരണത്താലാണ് ഇപ്രാവശ്യത്തെ ഹജ്ജുകൾ സ്വീകരിച്ചത്. ആ ചെരുപ്പുത്തിയെ അന്വേഷിച്ചുകൊണ്ട് ബസറയുടെ തെരുവോരങ്ങൾ മുഴുവൻ സഞ്ചരിച്ചു. മഹാനാകുന്ന അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾക്ക് അവസാനം ഒരു ചെരുപ്പുത്തിയെ കാണാൻ ഇടയായി. ആ മനുഷ്യനോട് കഥകൾ ചോദിച്ചു, നിങ്ങൾ എവിടെന്നാണ് വരുന്നത്? നിങ്ങൾ ഹജ്ജിന് പോകാൻ തയ്യാറായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പൂത്തിയായ മനുഷ്യൻ പറയുന്നു, ഇല്ല, ഈ പ്രാവശ്യം ഞാൻ ഹജ്ജിന് പോയിട്ടില്ല. എന്നാൽ എനിക്ക് ഹജ്ജിന് പോകാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ കഥയൊന്നും എനിക്കും പറഞ്ഞു തരുമോ എന്ന് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ ചെരുപ്പുകുത്തിയായ മനുഷ്യനോട് പറയുമ്പോ മഹാനാകുന്നതായ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഹജ്ജിന് വേണ്ടി ഒരുപാട് ദിനരാത്രങ്ങളായി, വർഷങ്ങളായിട്ട് ഞാൻ ചെരുപ്പ് കുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഞാൻ ഒരു ഉടുക്കയിലാക്കി, എൻ്റെ ഒരു ഭരണിയിലാക്കി ഞാൻ കൂട്ടിവെക്കുമായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് ഹജ്ജിന് പോകാനുള്ള കാശായി. ആ സമയത്ത് തന്നെ എൻ്റെ ഭാര്യ ഗർഭിണിയുമായി. എൻ്റെ ഭാര്യയ്ക്ക് ഒരു വല്ലാത്ത ആഗ്രഹം പുറപ്പെട്ടു. അവൾ എന്നോട് പറയുകയാണ്, ചെറുക്കൻ മനുഷ്യ, നിങ്ങൾ എനിക്ക് കുറച്ച് മാംസം മേടിച്ചു തരുമോ? കഴിക്കാനുള്ള കുറച്ച് മാംസങ്ങൾ മേടിച്ചു തരുമോ? എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്, ഗർഭിണിയായതുകൊണ്ട് എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അങ്ങനെ ആ ചെറുപ്പുകുത്തിയായ മനുഷ്യൻ അങ്ങാടിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം പോയിട്ട് കുറച്ച് മാംസം മേടിക്കാൻ പോകുന്ന സമയത്ത് അങ്ങാടിയിലെ മാംസ കടകളെല്ലാം വന്ന അവധിയാണ്. അദ്ദേഹം തിരിച്ചു വന്നു ഭാര്യയോട് സങ്കടം പറഞ്ഞു, അങ്ങാടിയിലെ മുഴുവൻ കടകളും അവധിയാണ്, ഇന്ന് നിനക്ക് മാംസം മേടിച്ചു തരാൻ എനിക്ക് സാധ്യമല്ല, മറ്റൊരു ദിവസമാകട്ടെ എന്ന് പറയുമ്പോ ആ പെണ്ണ് വീണ്ടും പറയുകയാണ്, നമ്മുടെ അയൽവാസിയാകുന്നതായ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് നല്ല ഇറച്ചിക്കറിയുടെ മണം വരുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായ പാത്രം കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഇറച്ചിക്കറി എനിക്ക് മേടിച്ചു തരുമോ എന്ന് ഭർത്താവിനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ ആ ഭർത്താവ് കടന്നുപോയിട്ട് ആ ചെറുപ്പുതിയായ മനുഷ്യൻ കടന്നുപോയി അയൽക്കാരിയായ പെണ്ണിനോട് പറയുകയാണ്, അല്ലയോ പെണ്ണേ, നീ കുറച്ച് കറി എനിക്ക് തരുമോ, ഇറച്ചിക്കറി എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുകയാണ്, ഈ കറിയിൽ നിന്നൊരു അംശം പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. ആ സഹോദരൻ ചെറുപ്പുകുത്തിയായ മനുഷ്യൻ വീണ്ടും തിരിച്ചുപോയി. അപ്പോഴും ഭാര്യയോട് സങ്കടം പറഞ്ഞു, ആ പെണ്ണ് ഇറച്ചിക്കറി തരുന്നില്ല, നീ പൊരുത്തപ്പെട്ടേക്ക്. അങ്ങനെ അവസാനം ആ പെണ്ണ് ചെരുപ്പൂത്തിയോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ പോകണം. അദ്ദേഹം വീണ്ടും പോയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഇറച്ചിയുടെ കറിയെങ്കിലും നിങ്ങൾ എനിക്ക് തരണം. അപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് കഴിക്കൽ ഹറാമാണ്, എനിക്ക് കഴിക്കൽ ഹലാലാ. കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഞാനും നീയും മുസ്ലിമല്ലേ, എനിക്ക് കഴിക്കൽ ഹറാമോ നിനക്ക് കഴിക്കൽ ഹറാമുമായ ഹലാലുമായ ഏതൊരു മാംസമാണ് നീ എന്ന് പാചകം ചെയ്തു പെണ്ണേ. ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ്, ഓ മനുഷ്യ, നീ എന്ത് അർത്ഥത്തിലാണ് ചോദിക്കുന്നത്? എന്റെ
ഭർത്താവ് 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. എന്റെ കുഞ്ഞുമക്കൾ യതീമാണ്. അവര് ആഴ്ചകളായി ഭക്ഷണം കഴിച്ചിട്ട്, അവര് ഒരു നേരത്തെ വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി, അവരുടെ ഉദരങ്ങളിലേക്ക് വല്ലതും പോയിട്ട് മാസങ്ങളായി. അവര് വിശന്നുകൊണ്ട് കരയുന്നത് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ സഹിക്കവയ്യാതെ എന്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഈ ബസറയുടെ കണ്ണി കണ്ട വീടുകൾ മുഴുവനും ഞാൻ ഇറങ്ങി മനുഷ്യ. എന്നിട്ട് ഒരു മനുഷ്യൻ പോലും എനിക്ക് എന്റെ കുട്ടികളുടെ വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും അവർ തന്നില്ല. അവസാനം എന്റെ കുട്ടികൾ മരിച്ചു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആ കോവർ കഴുതയുടെ മാംസമാണ് ഞാൻ അറുത്തു കൊണ്ടുവന്നിട്ട് കറി വെച്ചത്. അത് എന്റെ കുട്ടികൾക്ക് കഴിക്കൽ ഹലാലാണ്. ഭക്ഷണത്തിന്റെ പേരിൽ വിശപ്പിന്റെ കാഠിന്യം സഹിക്കവയ്യാതെ ഒരു മനുഷ്യന് മരണപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് ചത്തു കിടക്കുന്ന മാംസത്തിനെ കഴിക്കാമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കൽ ഹറാമാണ്, എനിക്ക് കഴിക്കൽ ഹലാലാണ്. ഇത് കേട്ടപ്പോൾ ചെരുപ്പൂത്തിയായ മനുഷ്യനതേ ഇടിനാളം പോലെ അവിടുന്ന് വീഴുകയാണ്. തന്റെ മനസ്സിൽ ഇടിനാളം പോലെ വീഴുകയാണ്. അദ്ദേഹം തന്റെ വീടിന്റെ ഉള്ളറയിൽ കടന്നു പോവുകയാണ്. എന്നിട്ട് അതേ താൻ ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ചിരുന്ന അവിടുന്ന് അതേ കിഴിയെടുത്ത് കൊണ്ടുവരികയാണ്. പണക്കിഴിയെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്റെ ഭാര്യയെ എതിർക്കുകയാണ്. ഭർത്താവേ, നിങ്ങൾ ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന കാശല്ലയോ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാശെടുക്കുന്നത്? ആ സമയത്ത് ആ ചെറുപ്പൂത്തിയായ മനുഷ്യൻ പറയുകയാണ്, എന്റെ വീടിന്റെ അകത്ത് കിടക്കുന്ന അയൽവാസിയായ ഒരു കുട്ടികൾ പട്ടിണി കിടക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട്, ദീനാറുകൾ കൊടുത്തിട്ട് ഞാൻ ഹജ്ജിന് പോയാൽ, ഞാൻ ഉംറയ്ക്ക് പോയാൽ എന്റെ ഉംറ അല്ലാഹു സ്വീകരിക്കില്ല. ഒന്ന് പരിശോധിച്ച് നോക്കിയ ചെറുപ്പക്കാരായ 60 ലക്ഷം കൊടുത്തിട്ട്, 6 ലക്ഷം രൂപ കൊടുത്തിട്ട്, 60,000 രൂപ കൊടുത്തിട്ട് ഇന്ന് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ചെറുപ്പക്കാരില്ലേ, ഇന്ന് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ഉപ്പമാരില്ലേ, ചിന്തിച്ചു നോക്ക്. നിങ്ങളുടേതായ വീടിന്റെ അയൽവാസികൾ എത്രയോ പെങ്ങന്മാരാണ് യതീമക്കളായിട്ട് കെട്ടിക്കാൻ വകയില്ലാതെ, യതീമക്കളായിട്ട് അവർ നേരത്തെ ഭക്ഷണമില്ലാതെ, അവർക്ക് കഴിക്കാൻ ആഗ്രഹമില്ലാതെ, അവരെ സ്കൂളിലൊന്ന് പഠിപ്പിക്കാതെ ഒരു അവർക്ക് കാശില്ലാതെ കഴിയുള്ള എത്രയോ യതീം കുട്ടികൾ എന്റെയും നിങ്ങളുടെയും വീടിന്റെ അടുത്തുണ്ട്. അവരെയൊന്നും പരിഗണിക്കാതെ, അവരെയൊന്നും വകവയ്ക്കാതെ ലക്ഷക്കണക്കിന് രൂപ പൊടി പിടിച്ചിട്ട് ഹജ്ജിന് മുമ്പ് സിയാറത്ത് ചെയ്ത് നിങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നാൽ നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കുമോ, നിങ്ങളുടെ ഉംറ സ്വീകരിക്കുമോ? ചെറുപ്പക്കാരെ ചിന്തിച്ചു നോക്ക്, ചെറുപ്പക്കാരെ ഉപ്പമാരെ ചിന്തിച്ചു നോക്ക്. കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ചെലവഴിച്ചു കളയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? തൊട്ടടുത്ത അയൽവാസി പട്ടിണി കിടന്നാൽ, യതീമക്കളുടെ ആഹാരത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഴിയുന്ന സമയത്ത് കോടി രൂപ കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ട്. ചിന്തിച്ചു നോക്ക്. ഹജ്ജിന് പോയ ആളുടെ കഥയാണ് പറഞ്ഞത്. അയാൾ ഹജ്ജിന് പോയില്ല, യതീമക്കളെ സഹായിച്ചതിന്റെ പേരിൽ ആ വർഷത്തെ ഹജ്ജ് മുഴുവൻ ഇദ്ദേഹം കൊടുത്ത സ്വതക്കയുടെ കാരണത്താൽ ആ നാടിലെ ആ വർഷം മുഴുവൻ ചെയ്ത ആളുടെ ഹജ്ജ് സ്വീകരിച്ചുവെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ചിന്തിച്ചു നോക്ക്. ഇന്ന് എല്ലാ ആളുകളും ഹജ്ജ് ഉംറയ്ക്കും പോവുകയാണ്, ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് പോകുന്നത്. അൽ ഹിന്ദിലും അതേപോലെ പ്രൈവറ്റ് കമ്പനികൾ സുഖ സൗകര്യത്തോട് കൂടിയിട്ട് ഹജ്ജിന് ഉംറയ്ക്ക് പോയാണ്. വല്ല ഫായിദയും ഉണ്ടോ എന്ന് ചിന്തിക്കണം. നിങ്ങൾ ഫറളായ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഒരു മനുഷ്യന് ഫറളായ ഹജ്ജ് ചെയ്യൽ നിർബന്ധം തന്നെയാണ്. ആ ഫറളായ ഹജ്ജ് ചെയ്ത് വന്നിട്ട് സുന്നത്തായ ഹജ്ജിന് വേണ്ടിയിട്ട് അതേപോലെ 6 ലക്ഷവും 7 ലക്ഷവും മുടക്കിയിട്ട് പോയി കഴിഞ്ഞാൽ, ആ നിങ്ങളുടെ നാട്ടിൽ ഒരു യതീമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട മുതൽ കൊടുക്കാതെയാണ് നിങ്ങൾ ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഹജ്ജും ഉംറയും സ്വീകാര്യമല്ല എന്ന് ഫിഖിന്റെ എല്ലാ കിതാബുകളിലും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അടിവരയിട്ട് പറയുന്നുണ്ട്. യതീമക്കളെ സഹായിക്കാതെ, അവരെ പരിഗണിക്കാതെ നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും പോയാൽ സ്വീകാര്യം